ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫാർലൈറ്റ് 84ൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. നല്ല അടിപൊളി സപ്പോർട്ടാണ് കിട്ടിയത് എൻ്റെ ഒരു ഇത് വെച്ചിട്ടാ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ സാധനം തൊട്ടിട്ടില്ല. എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഇപ്പോൾ കമൻറ്റ് വായിച്ചിടത്തോളം മനസ്സിലായത് ഇതൊരു ഹാർഡ് ഗെയിമാണ്, അങ്ങനത്തെ ഗെയിമാണ്. ഓക്കെ, വർത്തമാനം പറഞ്ഞിട്ടിരിക്കണില്ല, നേരെ കളിക്കാൻ പോവാം. സംഭവം അന്ന് കളിച്ചപ്പോൾ ഞാൻ സൗണ്ട് കറക്റ്റായിട്ട് കുറച്ചില്ല. അപ്പോൾ അതിൻ്റേതായൊരിത് ഗെയിം പ്ലേയിലുണ്ടായിരുന്നു. പ്രാവശ്യം സൗണ്ടൊക്കെ കുറച്ച് സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ അവസ്ഥ എന്നുള്ളത് ഇതിന് കളിച്ച് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മുന്നിൽ ആരാന്നറിയാലോ, ഗിറ്റാറും പിടിച്ചിരിക്കുക കളി. വെയിറ്റിംഗ് ഫോർ ലൈറ്റ് ക്യാച്ചേഴ്സാണ്. സുന്ദർ റിയലംസാ, സുന്ദർ ആരാണെന്തോ നമുക്ക് തീർന്നില്ലേ. ഓക്കെ റൈസാ. അപ്പോൾ സുന്ദറിൻ്റെ നാട്ടിലോട്ടാണ് നമ്മുടെ പോക്ക്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഡാർക്ക് വൈഡർ, പിന്നെ നമ്മൾ, പിന്നെ പ്രാവശ്യം വളരെ മതി. മേഷൽ ലോക്ക് തുടങ്ങി. നല്ല ഗിറ്റാർ വായന. ഒന്ന് കേൾക്കാൻ ആരും ഇല്ല. എന്തിനാണ് എട്ടങ്ങാറാവണത്? ഓക്കെ, സ്റ്റാർട്ടിങ് സോൺ. നമ്മളാണ് റോക്ക് സ്റ്റാർ കേട്ടോ. ഗിറ്റാറുണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി. പാൻറ്റൊക്കെ ഇടായിരുന്നു. കണ്ടില്ല അപ്പുറത്തെ പെൺകുട്ടി എത്ര നേരം പാൻറ്റൊക്കെ ഇട്ടിട്ടിരിക്കണം. മോശമാണ് കേട്ടോ മേശയിലെ. ഇതാണ് ഈ ലൈറ്റ് ക്യാച്ചർ ക്യാമ്പ് ഇവിടെയാണ്. ഈ ലൈറ്റ് ക്യാച്ചർ എന്തായിരുന്നു അതിനകത്ത്? റോക്കി സോൺ. അങ്ങോട്ട് പോവാം. നമ്മളാരെ ഫോളോ ചെയ്യണ്ട. അപ്പോൾ ആള് കൊണ്ടുപോയിട്ട് ഇറക്കാൻ പോവാണ്. ഗെയിം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം 40 FPS പോണത് കേട്ടോ. ഇവിടെ എന്താ ഇങ്ങനെ ഓടണേ? പേടിച്ച് ഞാൻ. ഓക്കെ, നമുക്ക് ഈ ഉണ്ടൊന്നും പോരാ. 60 ഉണ്ടുള്ളൂ നമ്മുടെ കയ്യിൽ. നമുക്ക് പെർസ് വേണം. ബടാ ഇതിന് ഈ ഗെയിമിനെ കുറിച്ച് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടിക്കോട്ടെ. എന്താ എപ്പോഴും കളിക്കാനൊന്നും പോണില്ല, വേറെ വിഷയം. മാന്യ കുട്ട ചാവട. ഒരടി പോലും കൊണ്ടിട്ടില്ല. കൊള്ളൂല. ഒരടി കൊള്ളടാ. ഓക്കെ, ചാവൂലേ? ഓക്കെ. പേട്ടാ. അയ്യോ, അത് മതി. M4 പോലെ ഉണ്ടല്ലേ കാണാൻ. ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. മസിലിന് ബ്രേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സാധനം അറിഞ്ഞൂടാ. പോകെ പഠിക്കാം. ഡിഫെൻസാ ഇവിടെ വെച്ച് കൊടുത്താലെന്താ?
സ്നൈപ്പർ സ്റ്റോക്ക്. എനിക്ക് ഇതിലത്തെ സ്നൈപ്പറുടെ കേസൊക്കെ അറിഞ്ഞൂടാ. പൊതുവേ ഞാൻ സ്നൈപ്പർ പ്ലെയർ ആണ്, പക്ഷേ എടുത്ത് നോക്കാല്ലേ. ആ സ്നൈപ്പർ സാധനം എടുത്തിട്ട് പോയാ നീ ഈ കണ്ണാപ്പി. സ്നൈപ്പർ സാധനം ദേതോ അടിക്കറ ഡേ. ഇത് സ്നൈപ്പർ ഷോക്കാണല്ലോടാ. മറ്റേത് മാറ്റുകയും ചെയ്ത് ഞങ്ങളുടെ നോട് ഈ ഡിഫൻസ് ഇത് വേനിറങ്ങാ. അയ്യാ മരിച്ചു ഇല്ല. ഇതവൻ നിൽക്കാൻ ചാടും. ഓ ഇവിടെ ഇപ്പോൾ FPS മോഡില്ലേ? FPS മോഡ് ഉണ്ടോ ഇതിൽ? എവിടെ സ്വിച്ച് ചെയ്യാൻ? അമ്മ ക്യാച്ച്. ഓ പോക്കിമോൺ. നമുക്ക് പോക്കിമോൺ കിട്ടിയാട്ടാ. ഇതെന്തുവാടേ കണ്ടോർത്തു. വണ്ടി ഞാൻ ഓടിക്കാം. ബൈ. വണ്ടി ഞാൻ ഓടിക്കാം. പ്ലീസ് വണ്ടി താടാ. പൊട്ടിക്കണവരുണ്ടാവും ഞാൻ. അതാ നന്നായിരാ. ഇനി തോക്ക് മാറ്റിട്ട് സ്നൈപ്പർ ഇഷ്ടമായിട്ടില്ല. ആരൊക്കെ കാര്യമായിട്ട് ഇതൊക്കെ എന്താടാ? എന്തൊക്കെയോ ചെയ്യണടാ. ഓ ഏക്കെ വാഗറിയാവുന്നൊരു ഗണ്ണതാണ്. യൂസി വേണ്ട, വെക്ടർ വേണ്ട, M4 ഉണ്ട്. M4. ഓ അപ്പം ഞാൻ അടുത്ത് ചേർക്കണത് M4 തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച എനിക്ക് തെറ്റി. ഓക്കെ, നമുക്ക് ഓട്ടോ വഴി പോവാം. 35 ആൾക്കാർ, അതായത് 35 - 3 അത് 34 - 3 31 ആൾക്കാരും കൂടി ഉണ്ട്. നീ പാടാ, നീ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചടിച്ചോ. വേണ്ട, ചോദിച്ചപ്പോൾ തരാൻ പറ്റില്ലല്ലോ നിനക്ക്. ഏയ് മകനെ, ആളില്ലാത്ത റോട്ടിൽ കൂടെയുള്ള ഹോൺ അടിക്കുന്നത്. ഇത്ര ഉണ്ട് വിവരം. ഈ എന്താണ് പോയായിരുന്നു വണ്ടി ഓടിക്കാൻ അറിഞ്ഞോടാന്. ദേഷ്യം പിടിപ്പിക്കരുതട്ടാ. മെഡിക്കിറ്റ്, സത്യം പറഞ്ഞതിൽ മെഡിക്കിറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ കേട്ടാ. അതാ അങ്ങനെ മെഡിക്കിറ്റ് യൂസ് ചെയ്തു. ഇതിപ്പോൾ മറ്റേതുപോലെ അല്ല കേട്ടോ, ഫസ്റ്റത്തെ കളി പോലെ അല്ല. ആൾക്കാരങ്ങോട്ട് കാണാനില്ല. മറ്റേതിൽ എന്താ സ്ട്രേഞ്ചർ തിങ്സാ. ഓക്കെ, മരിച്ചിട്ടില്ല. എന്ത് മരിച്ച്? എവിടുന്നാ? ഓ ഷിറ്റ്, ഞാൻ ഡു നോട്ട് ഡിസ്റ്റർബ് ഓണാക്കാൻ മറന്നു പോയി കേട്ടോ. വേണ്ട പോണേ ഡൗൺ കുട്ട.
മരിച്ചാ ഞാൻ? ഇല്ല ഇല്ല. ഷേ ഇത്ര ഉള്ളങ്ങളൊക്കെ എന്താ അവൻ ചാകത്തെ? അടിച്ചുറക്കിയാട്ടോ എൻ്റെ ലൈഫ്. ഓക്കെ, കുറച്ച് വലിയ മെഡിക്കിറ്റ് എടുക്കണം. ഓക്കെ, 4 കില്ല് കിട്ടി. ഗുഡ് ജോബ്, ഐ ആം ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ്. നല്ലൊരു കാര്യം അതാ. നല്ലൊരു കാര്യമാണ്. മറ്റേ കളി പോലെ അല്ല, കളി ലേശം ടാസ്ക്കായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കിതിൽ വെടി ഇങ്ങനെ ഓപ്ഷൻ മാറ്റാൻ പറ്റുമോ കേട്ടോ? എയിം അസിസ്റ്റ് ക്ലോസ്, ഓട്ടോ ഫയർ ക്ലോസ് ചെയ്യാം. തനിയെ വെടിവെക്കാന്നേ. തനിയെ വെടിവെക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ ചെറിയ സിമ്പിൾ വെച്ചിട്ടാണ്. അതുകൊണ്ടാ നമ്മുടെ ലൈവൊക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ ഓൾ. ആ ലൈവിൽ വന്നവരൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും താങ്ക് യു. ഇനിയും എല്ലാ ദിവസവും ലൈവ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്താണ് ഇത്? എന്താ പറയാന്ന്? ലൈവ് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ എല്ലാവരും അറിഞ്ഞ് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സൂപ്പർ ചാറ്റ് ചെയ്യാനൊന്നും പറയുന്നില്ലല്ലോ. മരിച്ച് സേവ് സോണിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ? മെല്ലെ ഇറങ്ങുള്ളൂ അല്ലേ? കുഴപ്പമില്ല, സ്പീഡിൽ ഓടുന്നുണ്ട്, അതുകൊണ്ട് വലിയ വിഷയമില്ല. ടാങ്കറിലോട് ഓടിക്കാൻ പറ്റും നമുക്ക്. ഇത് തോക്കുകൾ ലേശം ഡാർക്കാണ്. 27 ഉണ്ട വരക്കൊക്കെ ലോഡായി നിൽക്കണുള്ളൂ. കൃത്യം 30 പോലും കൃത്യമായിട്ട് വന്ന് നിൽക്കണില്ല എന്നുള്ളതൊരു വിഷമമുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഫാർലൈറ്റ് 84-ന് ഫാൻസ് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ദിസ് ഗെയിം ഹാസ് ഹ്യൂജ് ഫാൻസ്. ലൈക്ക് ഒരു ടൈപ്പ് ഓഫ് ഫാൻസ് ഉണ്ട് ഈ ഗെയിമിന്. നമ്മളാണ് ഈ ഗെയിമിനെ കുറിച്ച് അറിയാത്തതുള്ളൂ. അറിയുന്ന കുറേ പേരുണ്ട്. ഇതിൽ മാത്രം ഇരുന്ന് കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യണവരും ഉണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ ലൈവ് സ്ട്രീം കണ്ടായിരുന്നു. കുറേയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈവ് സ്ട്രീം ഞാൻ ഫുള്ളിരുന്ന് കണ്ടു. അതിരുന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഗെയിമിന് എത്ര വാല്യൂ ഉണ്ട്, ഗെയിമൊക്കെ വിഷയമാണ് എന്നുള്ളത്. അവന്മാരടിക്കുന്ന അടിയൊക്കെ കാണണം, നമ്മളൊന്നൊന്നുമില്ല. ഞാനിതിൽ കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് തോക്കെടുക്കാനുള്ള സമയം കൂടി ഇല്ല ഇതിൽ. അപ്പം അടിച്ചു വീഴ്ത്തവർ ഇതാണ് ടീം. ഞാനിപ്പോൾ ഇതെന്തായാലും റാങ്ക് അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ ഞാനും പടാവും. ഇറങ്ങിയ പടാവൂലേ ആ സാധനം. BGMI ഒക്കെ പോലെ, BGMIനേക്കാൾ ഹാർഡാണ് ഈ ഗെയിം. അതാണ് ഏറ്റവും വലിയ വിഷയം. BGMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താളത്തിൽ അങ്ങനെ കളിച്ച് പോകാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇത് ചെറിയ മാപ്പല്ലേ. ചെറിയ മാപ്പിലൊക്കെ ഒരു 50 ആൾക്കാർ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. എത്ര ആൾക്കാർ? 50 ആൾക്കാർ തന്നെയല്ലേ ഇതിൽ ഇറങ്ങണത്. അപ്പോൾ ഞാൻ കാണിച്ചാൽ എങ്ങനെ എടുക്കും. ഇങ്ങനെ ഒറ്റ ആളോടോ. ഇപ്പോൾ ഒരുത്തം വരും കേട്ടോ. അവിടെ ഉണ്ട്. മെല്ലടിക്ക്. തിടുക്കാൻ പാടൂല കേട്ടോ. 10 ആളൊക്കെ ഒരു അടിക്കല്ലേ മൊത്തം. എനിക്ക് എന്തോരത് മരിച്ചിക്കണ്. അടിക്കല്ലേ മൊത്തേ. ഞാൻ ഇവിടെ ഇല്ല, ഞാൻ അവിടെ ഇല്ല. മെഡ് അടിക്കട്ടെ, മെഡ്. ഒരുത്തനെ അവിടെ, 2 ആള് അവിടെ ഡൗണായി. കെട്ടാള് ഫിനിഷ്. കലാസം ഒക്കെയാ ഇവിടെ. അവനെ ഇപ്പം എൻ്റെ കൈ കിട്ടി ഞാൻ നല്ല വിശേഷം.
ഞാൻ ഈ ഡി നോട്ട് ഡിസ്റ്റർബ് ഓണാക്കാനും മറന്നു. ഇത് തേങ്ങ ചോണ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. പേടിച്ചാ നീ പേച്ചു പോയോ? ആളെന്നെയാണോ അത്? ഓക്കെ, എൻ്റെ സ്ക്വാഡ് ഒരു ഭാഗത്തും ഞാനൊരു ഭാഗത്തും. ആരെങ്കിലും ഉണ്ടോ? ബാക്ക് തിരിഞ്ഞ് പോവാം. മേ ബി അതാവും നല്ലത് കേട്ടാ. ബാക്ക് തിരിഞ്ഞ് പോകണം നല്ലത്. വെറുതെ എന്തിനാണ് ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചിരുന്നില്ല. അടുത്ത പോക്കിമോൺ. അല്ലേ സംഭവം ഇതിൽ പരിപാടീസ് ഉണ്ട്. എന്താന്നുള്ളതൊന്നും മനസ്സിലാക്കി എടുത്താൽ മതി. കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഞാനില്ലേ അതെന്താ? ഓക്കെ നിങ്ങൾ മറ്റേ ലൈവിൻ്റെ അവിടെ കണ്ടാ? ഓക്കെ, 2 സ്ക്വാഡും കൂടി ഇനി ഉണ്ട്. ഓക്കെ, അതങ്ങനെ കൃത്യം കാണിക്കണ്ടല്ലേ അത്? അതെ, നല്ലതാ. ഇപ്പം എന്തിനാ പിന്നെ മേലേക്കാക്കിയത്? എന്ത് കാര്യത്തിനാണ് പിന്നെ മേലേക്കാക്കിയത്? ശരിടാ. അല്ലെങ്കിൽ കാണാമായിരുന്നു. ഞാൻ ഒരുത്തനെ കണ്ടു. Save zone is about to shrink. Come on. അല്ല. ഓക്കെ, കണ്ടു വാ. അല്ലേ അടിച്ചോറക്കി 9 കില്ലേട്ടാ. എല്ലാവരും ജയിച്ചല്ലേ? വെടി വെച്ചിട്ട് അയ്യേ, എത്ര പെട്ടെന്നാണെന്നറിയോ ഉണ്ട തീർന്നത്. ഉണ്ടൊക്കെ ഷട തീർന്നത്. ഇതിപ്പോൾ ബ്രോൺസ് ആയിട്ടുള്ളൂ. ഓക്കെ, ബ്രോൺസ് 1 ആയി. ഇതിന് എങ്ങനെയാണ് പരിപാടി? ഏസും കോൺകറൊക്കെ ഉണ്ട് അതിൽ. ടയർ ബ്രോൺസ് വന്നു കഴിഞ്ഞാൽ സിൽവർ 4. ഇതെങ്ങനെ അറിയാൻ പറ്റുക? ലോബി കളിച്ച് പഠിക്കണം കേട്ടോ. ഈ ഗെയിം കളിച്ച് പഠിക്കണം. അത് നടക്കും തോന്നുന്നില്ല. അതന്നെ. ഇവിടെ എന്താ? തൊട്ടാ മതിയാ? സ്കിപ്പ് ഓപ്ഷനൊന്നും ഇല്ലേ? അത് പോരാ, അത്ര വേണം. ഹൈലൈറ്റ്സ് ലൊക്കേഷനാ? അല്ലേ, അതൊന്നും വേണ്ട. ലൊക്കേഷൻ ഇട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഫയർലൈറ്റ് 84ൻ്റെ പാർട്ട് 2. ഓക്കെ, എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അത് മറ്റേ ലിങ്ക് ചെയ്തതിൻ്റെയാണ്. ഇതെന്താ ടാക്ടിക്കൽ ട്രെയിനിങ് എന്നല്ലേ? അതൊന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10 ലൈക്കാണ് ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പാർട്ട് 3 വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ഇറക്കണമായിരിക്കും. ശരി, ബൈ, സൈനിങ് ഓഫ്.